കൊല്ലം ശക്തികുളങ്ങരയിൽ 3 പേർക്ക് വെട്ടേറ്റു. രമണി, സഹോദരി സുഹാസിനി, സുഹാസിനിയുടെ മകൻ സൂരജ് എന്നിവർക്കാണ് വെട്ടേറ്റത്. രമണിയുടെ ഭർത്താവ് അപ്പുക്കുട്ടൻ പോലീസിന്റെ പിടിയിലായി. അരുൺ രാജ് ഇപ്പോൾ കൊല്ലത്തുനിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഏത് സാഹചര്യത്തിലാണ് ഈ ആക്രമണം? അരുൺ, ഉന്മേഷ് ഏത് സാഹചര്യത്തിലാണ് ആക്രമണം? കുടുംബ പ്രശ്നമാണ് എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്നത്. ഇതാണ് ഈ വീട്. ഈ വീട്ടിൽ രാവിലെ 8:30 തർക്കമുണ്ടാകുന്നത്. അപ്പുക്കുട്ടനും രമണിയും തമ്മിലുണ്ടായ തർക്കം ഒടുവിൽ ഈ രമണിയുടെ സഹോദരി, അതായത് സുഹാസിനിയിലേക്ക് അടക്കം നീളുകയായിരുന്നു. ഒടുവിൽ സുഹാസിനിയാണ് ആദ്യം അപ്പുക്കുട്ടൻ വെട്ടുന്നത്. തുടർന്ന് ഈ സുഹാസിനിയുടെ മകൻ സൂരജ് എന്നിവർക്കും വെട്ടേറ്റു. ഇതിനുശേഷമാണ് രമണിയെ വെട്ടിയത്. ഇപ്പോൾ ഇതിന് ദൃക്സാക്ഷിയായ ഒരാൾ കൂടി ഇപ്പോൾ ഇവിടെ നിൽപ്പുണ്ട്. ചേട്ടാ, എന്താ സംഭവിച്ചെന്തായിരുന്നു? കുടുംബ വഴക്ക് മാത്രമേ ഞങ്ങൾക്ക് അറിയാവുള്ളൂ. അയാൾ പറഞ്ഞെന്താ പറയുക, വൈഫ് ഇവിടെ നിന്ന് ഇറങ്ങി പോകണമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്, ഞാൻ ഇവിടെ വന്ന് അന്നേരം പോലെ കേട്ടോണ്ടിരിക്കുന്നത്, വൈഫ് ഇറങ്ങി പോകണമെന്ന് പറഞ്ഞ അന്നേരം ഒരു ഫോൺ കോൾ വരുന്നു. ഫോൺ കോൾ വന്നപ്പോൾ ഇയാൾ വയലൻ്റായി. നേരെ എന്ന് അവരെയും വെട്ടി, എന്നിട്ട് അകത്ത് കയറി ആ പെണ്ണുപിള്ളയും വെട്ടി. ഇതാണ് നടന്ന സംഭവം. നേരത്തെ പ്രശ്നം എന്ന് പറയാൻ ആരുമായിട്ടായാലും അയാൾ പ്രശ്നമേ ഉള്ളൂ. ഈ ഏരിയക്കകത്ത് ഒരു മനുഷ്യരോട്ട് വഴക്കൂടാത്ത ആളില്ല അയാളെ. ഈ അപ്പുക്കുട്ടനെ ഇപ്പോൾ നിലവിൽ ശക്തികുളങ്ങര പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നിലവിൽ അയാളെ ചോദ്യം ചെയ്ത് വരികയാണ്. കുടുംബ പ്രശ്നമാണ് അക്രമത്തിന് പിന്നിലെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നിലവിൽ ഈ രമണിയുടെ നില ചില ഗുരുതരമാണ്. അതിനാൽ രമണിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മറ്റു രണ്ടുപേരെയും കൊല്ലം ജില്ലാ ആശുപത്രിയിലാണ് ഇപ്പോൾ നിലവിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. നിലവിൽ ഈ വീട്, ഈ രണ്ട് അടുത്തടുത്ത വീടുകളാണ്. ഈ വീട്ടിലെ പ്രശ്നമുണ്ടായതിനെ തുടർന്നാണ് സഹോദരിയുടെ വീട്ടിലേക്ക് രമണി ഇക്കാര്യവുമായി ബന്ധപ്പെട്ട സഹായം അഭ്യർത്ഥിച്ചത്. തുടർന്ന് ഈ സഹോദരിയെ വെട്ടിയ ശേഷം സഹോദരിയുടെ മകൻ സൂരജിനെയും വെട്ടുകയായിരുന്നു. ഒടുവിലാണ് ഭാര്യയെ വെട്ടി അപ്പുക്കുട്ടൻ ഇവിടെ തന്നെ ഇരുന്നു. അവസാനം പോലീസ് എത്തിയതിനു ശേഷമാണ് അപ്പുക്കുട്ടനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. അരുൺ രാജാണ് ഇപ്പോൾ ശക്തികുളങ്ങരയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.